അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി കുഞ്ഞിരാമൻ നായരുടെ ഉദ്യാനപാലകൻ എന്ന കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പി കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നത് ഭക്തകവി എന്ന വിശേഷണമാണ്. ഒരുപക്ഷെ നിങ്ങളങ്ങനെ പഠിച്ചിട്ടുണ്ടാവാം. പി എ ഭക്തകവി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. ശരിയാണ്. ആസ്തിക്യബോധം എന്ന് വെച്ചാൽ ദൈവവിശ്വാസം. ആസ്തികതയുടെ വിപരീതമാണ് നാസ്തികത. പി ആസ്തിക്യനായിരുന്നു, ഈശ്വരവിശ്വാസിയായിരുന്നു. ധാരാളം ഭക്തി പ്രധാനമായ കവിതകൾ ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പനെക്കുറിച്ച് ഉള്ള ഏറ്റവും മനോഹരമായ ഒരു ഗാനം പിയുടേതാണ്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണത്തില്ല. പിയുടേതാണെന്ന് കേട്ട് കാണത്തില്ല. പാട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം, കേട്ട് കാണും. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ അയ്യപ്പ ഭക്തിഗാനം രചിച്ചത് പി കുഞ്ഞിരാമൻ നായരാണ്. ഭക്തകവി എന്ന് പി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അത്ര ശരിയായ ഒരു വിശേഷണമല്ല. നമ്മൾ വലിയ എഴുത്തുകാർക്ക് ഒക്കെ ഇങ്ങനെ ചില വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. പി കുഞ്ഞിരാമൻ നായരെ ഭക്തകവി എന്ന് വിളിക്കുന്നു, എസ് കെ പൊറ്റക്കാടിനെ സഞ്ചാര സാഹിത്യകാരൻ എന്ന് വിളിക്കുന്നു, തകഴിയെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് വിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവരെ ചുരുക്കിക്കളയുന്ന ചില വിശേഷണങ്ങളാണ്. ഭക്തകവി എന്ന വിശേഷണത്തിനപ്പുറം വളർന്നു കയറിയ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളീയ ഭൂപ്രകൃതിയെ, കേരളത്തിൻ്റെ പ്രകൃതി മനസ്സിനെ ഇത്രത്തോളം അടുത്തറിഞ്ഞ വേറൊരു കവിയില്ല എന്നാണ് പറയാനുള്ളത്. ഡോക്ടർ കെ പ്രസന്നരാജൻ ഒരിടത്ത് പറഞ്ഞതുപോലെ കേരളീയ പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ കവി മനസ്സാണ് പി കുഞ്ഞിരാമൻ നായരുടേത്. ഇത് ഡോക്ടർ കെ പ്രസന്നരാജൻ അഭിപ്രായപ്പെട്ടതാണ്. നിങ്ങൾക്ക് എസ്സേയിൽ ഇതെഴുതാം. അപ്പോൾ അത്രത്തോളം കേരളീയ പ്രകൃതിയെ മുറുകെ പുണർന്ന കവി, കേരളീയ പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ കവി മനസ്സ്. പ്രകൃത്യുപാസകനായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിൻ്റെ പ്രകൃതി പ്രേമം, പ്രകൃതിയിൽ കവിത കണ്ടെത്താനുള്ള ആഗ്രഹം, ഭാവന, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്നത്, ഉദ്യാനപാലകൻ എന്ന കവിത. പി കുഞ്ഞിരാമൻ നായർ 1905 ജനിച്ചത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടാണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും പ്രകൃതി ലാവണ്യവുമാണ് പിയുടെ കവിതകളുടെ മൗലിക ഭാവങ്ങൾ. പൊന്നോണവും പൂത്തിരുവാതിരയും വിഷുപ്പുലരിയും ഒക്കെ ഇത്രത്തോളം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് എത്രത്തോളം വിരുന്നൊരുക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ഈ കേരളത്തിൻ്റെ തനതായ ആഘോഷങ്ങൾ, ഓണം, തിരുവാതിര, വിഷു, ഇതെല്ലാം പിയുടെ കവിതയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഗുരുവായൂരമ്പലവും പൊന്നമ്പലമേടും പിയുടെ കവിമനസ്സിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ തുഞ്ചൻ പറമ്പിലും കിള്ളിക്കുറിശി മംഗലത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ കാവ്യഭാവന പറന്നെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിയുടെ കവിതകളിലെ പ്രധാനപ്പെട്ട ഒരു വശമായിരുന്നു ഭാരതപ്പുഴ അഥവാ നിളാനദി. പി കുഞ്ഞിരാമൻ നായരെ അനുസ്മരിക്കുന്ന പ്രശസ്തമായൊരു കവിതയുണ്ട്. ഡി വിനയചന്ദ്രൻ എഴുതിയ പി സമസ്ത കേരളം PO എന്ന കവിത. ആ കവിതയുടെ തുടക്കം തന്നെ നിളാനദിയുമായുള്ള പിയുടെ അഭേദ്യമായ ബന്ധത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് ആ കവിത തുടങ്ങുന്നത് തന്നെ. പുഴയുടെ ജാതകം വരമായി ലഭിച്ചിരുന്നെങ്കിൽ നിനക്ക് മുങ്ങി നിവരാൻ ഞാൻ ഭാരതമാകുമായിരുന്നു. ഇങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. ഞാൻ ഭാരതമാകുമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഭാരതപ്പുഴയാകുമായിരുന്നു. അത്രത്തോളം പിയുടെ കാവ്യജീവിതവുമായി
വ്യക്തിജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് നിളാനദി അഥവാ ഭാരതപ്പുഴ. പിയുടെ കവിതകളുടെ മറ്റൊരു പ്രത്യേകത ഭാവനയുടെ കടിഞ്ഞാണില്ലാത്ത കുതിച്ചുചാട്ടം ആണ് പിയുടെ കവിതയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത. ചങ്ങമ്പുഴ കവിതയെപ്പോലെ തന്നെ ആർത്തിരമ്പുന്ന ഭാവന, കടിഞ്ഞാണില്ലാത്ത ഭാവന. ചങ്ങമ്പുഴയോടൊപ്പം നമുക്ക് അങ്ങനൊരു വിശേഷണം പറയാവുന്നത് പിയുടെ കവിതകൾക്ക് മാത്രമാണ്. പക്ഷേ ചങ്ങമ്പുഴ കവിതയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ ഋതുകാല മഹിമ, കേരളീയരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തിളക്കം, പ്രകൃതിവിലാസം, ഇതെല്ലാം പിയുടെ കവിതയിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ചങ്ങമ്പുഴ കവിതകളിലുള്ളതിനേക്കാൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളീയ പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ കവി മനസ്സാണ് പി കുഞ്ഞിരാമൻ നായരുടേത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ ആർജവവും തനിമയും അതിൻ്റെ സമസ്ത ചൈതന്യത്തോടും കൂടി ദർശിക്കാൻ കഴിയും പിയുടെ കവിതകളിൽ. പി കുഞ്ഞിരാമൻ നായർ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ വെച്ചാണ് ഭക്തകവി സ്ഥാനം നൽകി ആദരിച്ചത്. പിൽക്കാലത്ത് ഈ ബഹുമതിയോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു പി കുഞ്ഞിരാമൻ നായർക്ക്. കാരണം അദ്ദേഹത്തെ ഭക്തകവി എന്ന് പറഞ്ഞ് അങ്ങ് ഒതുക്കുന്നതായിട്ട് ഉള്ള അനുഭവം അദ്ദേഹത്തിനും ആസ്വാദകർക്കും എല്ലാം തോന്നി. ഇപ്പോഴും പി കുഞ്ഞിരാമൻ നായരെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് ഭക്തകവി എന്ന് മാത്രമാണ്. പ്രകൃത്യുപാസകനായ കവി എന്ന് വേണം പി കുഞ്ഞിരാമൻ നായരെ നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയ കൃതി കളിയച്ഛനാണ്. ആ കൃതിയെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും, പഠിച്ചു കാണാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകളുടെ പേര് പറയുമ്പോൾ കളിയച്ഛൻ്റെ പേര് ഒന്നാമതായി പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കളിയച്ഛൻ, താമരത്തോണി, താമരത്തേൻ, പടവാൾ, നിറപറ, പാതിരാപ്പൂവ്, ഓണപ്പൂവ്, കർപ്പൂരമഴ, നീരാഞ്ജനം തുടങ്ങിയ 70-ലേറെ കൃതികൾ കുഞ്ഞിരാമൻ നായർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ പിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്ന വിധം കാവ്യബിംബങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വല്ലാത്ത വൈഭവമാണ് പി കുഞ്ഞിരാമൻ നായർക്കുള്ളത്. പിയുടെ പിയുടെ കവിതകളിലെ ബിംബകൽപ്പനകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വെച്ചതാം ചേങ്ങലം പോലെ മയങ്ങുന്നു ഭൂതലം എന്ന് കളിയച്ഛനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബിംബമുണ്ട്. കഥകളി ബിംബങ്ങളുടെ ഒരു നിര തന്നെ കളിയച്ഛൻ എന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. സന്ധ്യയ്ക്ക് മയങ്ങിക്കിടക്കുന്ന ഭൂമിയെ അദ്ദേഹം വർണ്ണിക്കുന്നത് പാട്ട് കഴിഞ്ഞ് ഒരു ഗായകൻ വെച്ച ചേങ്ങലം പോലെ മയങ്ങുന്നു ഭൂതലം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അത് അപ്രകാരമുള്ള ബിംബങ്ങൾ മലയാള കവിതയിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിയുടെ കവിതകളിലെ ബിംബകൽപ്പനകൾ അനിതര സാധാരണമാണ്. മലയാള കവിതയുടെ അപൂർവ അനുഭവമാണ് ഇത്തരം ബിംബകൽപ്പനകൾ. പിന്നെ പിയുടെ കവിതയുടെ ഒരു ദോഷമായിട്ട് നിരൂപകരും ആസ്വാദകരും എല്ലാം പറയുന്നത് ചങ്ങമ്പുഴ കവിതയ്ക്കുള്ള പോലെ തന്നെ അതിവാചാലത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാവനയുടെ കടിഞ്ഞാണില്ലാത്ത കുതറിച്ചാടൽ പി കവിതകളുടെ പ്രത്യേകതയാണ്. ചങ്ങമ്പുഴ കവിതയ്ക്കും അതുപോലെ. രണ്ടുപേരുടെയും കവിതകളുടെ ദോഷമായി പറയുന്നത് അതിവാചാലതയാണ്. ചിലപ്പോൾ പറഞ്ഞ ആശയങ്ങൾ വീണ്ടും ആവർത്തിച്ചെന്ന് വരാം, വല്ലാതെ പരത്തി പറഞ്ഞെന്ന് വരാം. കവിതയെ ധ്വനിസാന്ദ്രമാക്കാൻ ചങ്ങമ്പുഴയും ശ്രമിച്ചിട്ടില്ല, പി കുഞ്ഞിരാമൻ നായരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ചങ്ങമ്പുഴയുടെ അവസാന കവിതയായ മനസ്സിനെയും പി കുഞ്ഞിരാമൻ നായരുടെ അവസാന കാലഘട്ടത്തിലെ പ്രശസ്ത കവിതയായ കളിയച്ഛനും ഈ ദോഷത്തിൽ നിന്ന് മുക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കവിതകളിലും ഈ രണ്ട് കവികളും കവിതയെ ധ്വനിസാന്ദ്രമാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിയുടെ മികച്ച കവിതയായിട്ട് എല്ലാ നിരൂപകരും ആസ്വാദകരും
എടുത്തു കാണിക്കുന്നത് കളിയച്ഛൻ എന്ന കവിതയാണ്. കഥകളി ബിംബങ്ങളുടെ കഥകളി ബിംബങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് ഒരു കഥകളി നടൻ്റെ ശാപം കിട്ടിയ ഒരു കഥകളി നടൻ്റെ ഏറ്റുപറച്ചിൽ എന്ന രീതിയിൽ ആവിഷ്കൃതമായ കളിയച്ഛൻ എന്ന കവിത. ആ കവിതയിൽ ഈ അതിവാചാലതയില്ല. ചങ്ങമ്പുഴയുടെ മനസ്സുനിയിലും അതിവാചാലതയില്ല. അപ്പോൾ ഈ കളിയച്ഛൻ ഒഴിച്ചു നിർത്തിയാൽ പിയുടെ കവിതകളിലെ ഒരു ദോഷം എന്ന് പറയുന്നത് അതിവാചാലതയാണ്. കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. താമരത്തോണി എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1978 പി കുഞ്ഞിരാമൻ നായർ അന്തരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച്. നമുക്കിനി ഉദ്യാനപാലകൻ എന്ന കവിതയിലേക്ക് വരാം. പി കുഞ്ഞിരാമൻ നായരുടെ ഉദ്യാനപാലകൻ ചെറിയ കവിതയാണ്, ഒറ്റ വായനയ്ക്ക് വഴങ്ങുന്ന കവിതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വോയിസ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞു, പിയുടെ കവിതയുടെ ഏറ്റവും വലിയ ഒരു ന്യൂനതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ അതിവാചാലതയാണ്. ഒതുക്കി പറയാൻ പിക്ക് അറിയില്ല, ചങ്ങമ്പുഴയെ പോലെ തന്നെ. ഈ കവിത ഒരു ചെറിയ സന്ദർഭത്തെ ആസ്പദമാക്കി എഴുതിയ കവിതയാണ്. പ്രകടമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ധ്വനി ഒന്നുമില്ല, കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ കവിതയ്ക്ക് വേറെ പല മാനങ്ങളും കൽപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അതിനു മുമ്പ് എന്താണ് ഈ കവിതയിൽ കവി പ്രകടമായി പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒറ്റ നോട്ടത്തിൽ വേറെ ധ്വനിയൊന്നുമില്ല, കാര്യം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. 5 പതിറ്റാണ്ട് മുമ്പത്തെ ഒരു പ്രഭാതം, 50 കൊല്ലം മുമ്പത്തെ, അര നൂറ്റാണ്ട് മുമ്പത്തെ ഒരു പ്രഭാതം എവിടെയാണെന്നറിയാമോ? കോഴിക്കോട്. പി കേരളം മൊത്തം സഞ്ചരിച്ച കവിയാണ്. എങ്ങും തങ്ങാതെ നിത്യസഞ്ചാരിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന കവിതയ്ക്ക് മേഘരൂപൻ എന്ന് ആറ്റൂർ രവിവർമ്മ പേരിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന കവിതയ്ക്ക് പി സമസ്ത കേരളം PO എന്ന് ഡി വിനയേന്ദ്രൻ പേരിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന കവിതയ്ക്ക് അലഞ്ഞു തിരിയുന്ന കവിത എന്ന് റഫീഖ് അഹമ്മദ് പേരിട്ടത്. 3 പേര് പി കുഞ്ഞിരാമൻ നായരെ പറ്റി എഴുതിയ 3 കവിതകളുടെ തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത്. പി നിത്യസഞ്ചാരിയായിരുന്നു, എങ്ങും തങ്ങാതെ, എവിടെയും സ്ഥിരതാമസത്തിന് മുതിരാതെ സഞ്ചാരത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ, കേരളത്തിൻ്റെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയ ആൾ, കേരളത്തിൻ്റെ പ്രകൃതി വിലാസങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പാടിയ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അര നൂറ്റാണ്ട് മുമ്പത്തെ പ്രഭാതം കവിതയുടെ തുടക്കത്തിൽ തന്നെ കവി എഴുതി വച്ചിരിക്കുകയാണ്. അത് ഞാൻ വായിക്കാം. 5 പതിറ്റാണ്ട് മുമ്പത്തെ പ്രഭാതം, കടലലകൾ വെള്ളിത്തകിട് പരത്തുന്ന കോഴിക്കോട്, മാനാഞ്ചിറ, പൂന്തോട്ടം, ഒഴിഞ്ഞ കോണ്, പുൽത്തകിടി, അതിലിരുന്ന് എഴുതി. മുഷിഞ്ഞ മുണ്ട്, കീറിയ ജൂബ, നിറം കെട്ട അരയണ പെൻസിൽ. അരയണ എന്ന് പറഞ്ഞാൽ അന്നത്തെ അരയണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 50 പൈസ കൊടുത്ത് വാങ്ങിച്ച പെൻസിൽ. നിലക്കടല എന്നുവെച്ചാൽ കപ്പലണ്ടി. പൂക്കൾ പറഞ്ഞു, മാനാഞ്ചിറ പറഞ്ഞു, ഞങ്ങളെ അനുകരിക്കൂ, സൂര്യനെ നോക്കൂ, കവിത വരും. കിഴവൻ മാനാഞ്ചിറ തോട്ടക്കാരനുള്ളതാണ് ഈ കവിതയുടെ പകർപ്പവകാശം. ഇത്രയും ഈ കവിതയുടെ തുടക്കത്തിൽ പി കുഞ്ഞിരാമൻ നായർ എഴുതി വച്ചിരിക്കുന്നു. അതായത് കോഴിക്കോട്, വളരെ പ്രശസ്തമായ കോഴിക്കോട്ടെ മിഠായി തെരുവിന് മുന്നിലുള്ള മാനാഞ്ചിറ. ഇന്ന് അവിടെ മാനാഞ്ചിറ കുളമുണ്ടായിരുന്നു, മുമ്പ് വലിയ തോട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മിഠായി തെരുവിന് മുമ്പിലായിട്ട് വരും മാനാഞ്ചിറ. ഇന്നത് നഗരത്തിരക്കിൻ്റെ ഭാഗമാണ്. അന്ന് ഒരിക്കൽ കോഴിക്കോട്ട് പോയ കവി മാനാഞ്ചിറയിലെ പൂന്തോട്ടത്തിലിരുന്ന് എഴുതിയ കവിതയാണിത്. ആ ഉദ്യാനത്തെക്കുറിച്ച്, മാനാഞ്ചിറ ഉദ്യാനത്തെക്കുറിച്ചുള്ളതാണ് ഈ കവിത. പലതരം പൂക്കൾ വിടർന്നു നിൽക്കുന്ന, പൂന്തോട്ടക്കാവൽക്കാരൻ എപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആ ഉദ്യാനത്തിലിരുന്ന് മുഷിഞ്ഞ ജൂബയും
മുഷിഞ്ഞ മുണ്ടും കീറിയ ജൂബയും ധരിച്ചുകൊണ്ട് നിറമില്ലാത്ത ചെറിയ പെൻസിൽ കൊണ്ട് കടലാസിൽ എഴുതിയതാണ് ഈ കവിത. അദ്ദേഹത്തിൻ്റെ ജൂബയുടെ പോക്കറ്റിൽ എപ്പോഴും നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയും കാണും. അപ്പോൾ ഈ മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിഠായി തെരുവിന് മുൻപിലായിട്ട് വരുമെന്ന്. ഈ മിഠായി തെരുവിനെക്കുറിച്ചാണ് എസ്.കെ. പൊറ്റക്കാട് ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത്. അത് ഓർമ്മ വേണം. മിഠായി തെരുവിലേക്ക് നോക്കി നിൽക്കുന്ന രൂപത്തിൽ സാക്ഷാൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമ മിഠായി തെരുവിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപിലായിട്ടുള്ള മാനാഞ്ചിറയിലെ ഉദ്യാനത്തിലിരുന്നു കൊണ്ട് എഴുതിയ കവിതയൊന്ന് ഓടിച്ച് നോക്ക്. വേറെ പ്രത്യേകിച്ച് ധ്വനിയൊന്നുമില്ല. ആ ഉദ്യാനത്തിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഈ കവിതയിൽ കാണുന്നത്. പൂന്തോപ്പിലേക്കു ഞാൻ കാൽവെക്കെ എന്തിന് സൂക്ഷിച്ചു നോക്കുന്നത് ഉദ്യാനപാലകൻ. ഞാൻ ഈ ഉദ്യാനത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് ഇയാൾ സൂക്ഷിച്ചു നോക്കുന്നത്? ചട്ടറ്റ തോപ്പിതിൽ ഭൂഷകളൊന്നുമേ തട്ടിപ്പറിക്കുന്ന തസ്കരനല്ല ഞാനൊന്നും മോഷ്ടിക്കാൻ കടന്നു വന്നതല്ലല്ലോ, പിന്നെന്തിനാണ് ഇയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഈ മലർത്തൊത്തിന് അധര മധുരിമ കാമം നുകരുന്ന കാമുകനല്ല ഞാനിതിൻ്റെ ഈ പൂന്തോട്ടത്തിൻ്റെ അധര മധുരിമ നുകരുന്ന കാമുകനല്ല, വണ്ടല്ല. ഈ നൃപോദ്യാന പരിസര ഛായതൻ നീലക്കുടക്കീഴിൽ അല്പം ഇരുന്നിടാം. ഇന്ന് അന്തനോദ്യാന സീമയിലെത്തവേ പൊന്നിൻ പറവയായി മാറുന്നു മന്മനം. ഞാനിവിടെ അല്പനേരം ഇരിക്കാൻ മാത്രം വന്നതാണ്. എന്നെ എന്തിനാണ് ഈ ഉദ്യാനപാലകൻ, ഈ പൂന്തോട്ട കാവൽക്കാരൻ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിന് എന്തൊരു ആശ്വാസമായെന്നോ. ഇന്ന് അന്തനോദ്യാന സീമയിലെത്തവേ പൊന്നിൻ പറവയായി മാറുന്നു മന്മനം. ഉല്ലസദാനന്ദ വാടിതൻ വാർക്കുനു ചില്ലയിൽ തങ്ങിയിരുന്നു നുകർന്നിടാം. സൗന്ദര്യ സത്തായ വിണ്ണിൻ കിനാവുകൾ കൊണ്ടു നിർമ്മിച്ചൊരീ വാസന്ത നാടകം. കാര്യമില്ലൊന്നും പ്രദർശനശാലതൻ കാഴ്ചകൾ കാണുന്നു വൈദേശികനിവൻ. ഈ മനോഹരമായ ഉദ്യാനത്തിൻ്റെ കാഴ്ചകൾ ഞാനിങ്ങനെ കാണുന്നു. ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുന്നു. ചില്ലൊളിക്കൂട്ടിനകത്ത് പലതരം ചിത്രമെടുക്കുന്ന യന്ത്രധമനിവൻ. ആരുമേ കാണുകയില്ല കറുത്തൊരീ ആവരണത്തിൽ മറഞ്ഞൊരൻ രൂപവും. നിത്യത തന്നുടെ നീലിമയിങ്കൽ ഞാൻ നിർലേപനായിട്ട് നിൽക്കുവോനെങ്കിലും മായാ അവഗുണ്ഠനത്തിനകം യൗവന മാധുരിമൊട്ടിടും ഈ മലർവള്ളിയും. പ്രേമഫലങ്ങളെ കയ്യിലെടുത്തു വെച്ചോമനിക്കുന്നൊരീ കൊച്ചുമാകന്തവും. എന്തോ പകുതി പറഞ്ഞു തലതാഴ്ത്തി ലജ്ജിച്ചു നിൽക്കും ഇളം പനീർ പുഷ്പവും. പെറ്റമ്മയെ പിരിഞ്ഞെങ്ങുമകലാത്ത കൊച്ചോമനകളാം പട്ടിളം പുൽകളും. ഉള്ളിൽ നിറഞ്ഞു വഴിഞ്ഞ രസം കൊണ്ട് തുള്ളിക്കളിക്കും ഈ താമരപ്പൊയ്കയും. ഏറ്റമകന്നു നിലകൊള്ളും എന്നെയും കെട്ടിയിടുന്നിതദൃശ്യപാശത്തിനാൽ. ഉദ്യാനത്തിൻ്റെ വിവിധതരം ദൃശ്യങ്ങളാണ്. മനസ്സിനെ വശീകരിക്കുന്ന വിവിധതരം പൂക്കൾ, മൂടുപണമണിഞ്ഞു നിൽക്കുന്ന അവഗുണ്ഠനം ചാർത്തി നിൽക്കുന്ന മലർവള്ളികൾ, ഇതിൻ്റെ എല്ലാം വിവിധതരം ദൃശ്യങ്ങൾ. അതെല്ലാം ഒരു വൈദേശികൻ എന്ന നിലയിൽ, ഒരു ആ നാട്ടുകാരനല്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാനിരുന്നൊന്ന് കണ്ടോട്ടെ. നിങ്ങളെല്ലാം ചേർന്ന് ഒരു അദൃശ്യ പാശത്തിനാൽ എന്നെ ഇവിടെ തന്നെ കെട്ടിയിടുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ ഹൃദയഹാരിയാണ് ഈ ഉദ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ. ഏറ്റമകന്നു നിലകൊള്ളും എന്നെയും കെട്ടിയിടുന്നിത് അദൃശ്യ പാശത്തിനാൽ. ദീർഘനിമിഷ പരിചയ വിദ്യയാൽ ഈ മറുനാടുതൻ നാടായി ചമഞ്ഞുമേ. ഹാ മൻമനസ്സിൽ മധു തുളിക്കുന്നിതീ പ്രേമസുരഭികൾ പുഷ്പകഥകളും. ഈ അല്പനേരത്തെ ഈ പരിചയം കൊണ്ട് ഈ മറുനാട് എൻ്റെ സ്വന്തം നാടായിട്ട് എനിക്ക് തോന്നുന്നു. അത്രമേൽ ഹൃദയഹാരിയായി എനിക്ക് അനുഭവപ്പെടുന്നു. ആരാമദേവത നിർത്തിയൊരു ദേവദാരുമരത്തിൻ തണൽ വിരിപ്പിങ്കൽ ഞാൻ. പുൽക്കുളിർ തൈമണി കാറ്റിൻ മടിയിലി പൊൻകിനാവും നുകർന്നൊന്നു മയങ്ങിടാം. ഇവിടെ ഈ മനോഹരമായ ഉദ്യാനത്തിൽ ഈ ചെറു കാറ്റുമേറ്റ് ഒന്ന് മയങ്ങാൻ എനിക്കാഗ്രഹം. കൈപ്പിഴ വല്ലതും വന്നുപോയെങ്കിലോ മാപ്പരുളിയിടുകൻ ഉദ്യാന ദേവതേ. എങ്കിലും തോപ്പിലൊരേടം കിടക്കവേ എന്തിനു നോക്കുന്നത് ഉദ്യാനപാലകൻ. ഈ ഉദ്യാന ദേവതയോട് മാപ്പിരക്കുകയാണ്. ഞാനിവിടെ സ്വല്പം നേരം ഒന്ന് ഇരുന്നോട്ടെ, ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട്. ഈ
ചെറു കാറ്റേറ്റ് ഞാനൊന്ന് കിടന്നോട്ടെ, ഒന്ന് മയങ്ങിക്കോട്ടെ. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് പിഴവുകളുണ്ടെങ്കിൽ ഉദ്യാന ദേവത എനിക്ക് മാപ്പ് നൽകണേ. ഇവിടെ എനിക്കിരിക്കാനൊരു ചെറിയ സ്ഥലമുണ്ടല്ലോ, എങ്കിലും തോപ്പിലൊരിടം കിടക്കവേ ഒരു ചെറു ഇടം എനിക്കിരിക്കാനായി ഉണ്ടല്ലോ, എനിക്ക് മയങ്ങാനായി ഉണ്ടല്ലോ, എനിക്ക് ഈ കാഴ്ചകൾ കാണാനായി ഉണ്ടല്ലോ. എന്നിട്ട് എന്തിനാണ് ഈ ഉദ്യാനപാലകൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇത്രയുള്ള ഈ കവിത മാനാഞ്ചിറയിലെ ഉദ്യാനത്തിൽ വന്നിരിക്കുന്ന കവിയുടെ ചിന്തകളാണിത്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ഈ ഉദ്യാനം മലയാള കവിത എന്ന ഉദ്യാനമായിക്കൂടെ? മലയാള കവിതയുടെ മനോഹരമായ ഉദ്യാനത്തെ പ്രതീക ഭംഗിയോടെ വർണ്ണിച്ചിരിക്കുന്നതായിക്കൂടെ ഈ കവിത? കാവ്യദേവതയോടാണ് കവി പറയുന്നത്, എന്തെങ്കിലും കൈപ്പിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പരുളിയിടുകൻ ഉദ്യാന ദേവതയെ എന്ന് കാവ്യദേവതയോടാണ്, മലയാള കവിതാ ദേവതയോടെയാണ് കവി പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഉദ്യാനമെന്ന് പറയുന്നത് മലയാള കവിതയുടെ മനോഹരമായ ഉദ്യാനമാണ്, അല്ലെങ്കിൽ മലയാള കവിതയെ തന്നെ ഈ മാനാഞ്ചിറ ഉദ്യാനമായി കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആരാണ് ഉദ്യാനപാലകൻ? ഒരുപക്ഷെ അത് നിരൂപകരാവാം, കവിതയെ വളരെ നിഷ്കൃഷ്ടമായിട്ട് നിരൂപണ ബുദ്ധിയോടെ വിശകലനം ചെയ്യുന്ന ആസ്വാദക കൂട്ടായ്മയാവാം. ആരൊക്കെ ഈ ഉദ്യാനത്തിനകത്ത് പ്രവേശിക്കണം, ആരൊക്കെ ഈ ഉദ്യാനത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്ന് തീരുമാനിക്കുന്ന കൂട്ടരാവാം. അവരാണ് ഉദ്യാന പാലകൻ എന്ന പേരിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാനൊരു ചെറിയ ഇടമുണ്ട്, ഈ ഉദ്യാനത്തിൻ്റെ ഭംഗി കാണാൻ ഉള്ള മനസ്സെനിക്കുണ്ട്. ഈ ഉദ്യാനത്തിൻ്റെ കാറ്റെന്നെ തഴുകുന്നു. മുഷിഞ്ഞ മുണ്ടും കീറിയ ജുബ്ബയുമാണ് എൻ്റെ വേഷമെങ്കിലും ഈ ഭംഗി ആസ്വദിക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. എന്തെങ്കിലും കൈപ്പിഴ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യാന ദേവത എനിക്ക് മാപ്പ് നൽകട്ടെ. ഇരിക്കാൻ എനിക്കൊരു ചെറിയ ഇടമുണ്ട്. എന്നിട്ട് എന്തിനാണ് എന്നെ ഈ ഉദ്യാനപാലകൻ തുറിച്ച് നോക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ ഉദ്യാനം എന്താണെന്നും ആ ഉദ്യാന ദേവത ആരാണെന്നും ഉദ്യാനപാലകൻ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നും? അത് വിമർശക കൂട്ടത്തെ ആവാം, ആസ്വാദക വൃന്ദത്തെ ആവാം, കവിത ഇന്ന രീതിയിൽ വേണം എന്ന് ശാഠ്യം പിടിക്കുന്നവരെ ആകാം. അവരെ എല്ലാം കൂടെ ചേർത്താവാം ഉദ്യാനപാലകൻ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഉദ്യാനപാലകൻ എന്ന കവിതയ്ക്ക് ഒരു പ്രതീകാത്മക സ്വഭാവം വരുന്നു. ഈ കവിതയ്ക്ക് ധ്വനിമാനങ്ങൾ കൈവരുന്നു. ഇങ്ങനെയും ഈ കവിത വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.